എന്തുകൊടി ഇത് മനുഷ്യനെ പേടിപ്പിക്കാണോ? ചേച്ചി അവിടെ നോക്കിയിട്ട് കണ്ടില്ല, ഇവിടെ നിൽക്കുമായിരുന്നോ? നീ ലൈറ്റും കിട്ടെ. അത് എന്താ കാര്യം? റൂമിൽ ലൈറ്റ് വരുന്നില്ല, അതെന്നെ കാര്യം. അതെന്താ ഞാൻ മുകളിൽ കയറണോ? നിങ്ങൾ കയറണ്ട, ആരെങ്കിലും വിളിച്ചത് മാറ്റിയിട്ടാ മതി. മറ്റവളെന്തേ? അതവിടെ കുക്കിങ്ങിലാ. അതെ, ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, രണ്ടാളും എടുത്ത് കഴിച്ചോ. ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് പോകാൻ സമയമായി. അത് നീ പൊയ്ക്കോ, പക്ഷെ ആ ബൾബ് മാറ്റാൻ ആരെങ്കിലും വിളിക്കണ്ടേ? അതെ, രണ്ടിന് വേറെ പണിയൊന്നുമില്ലല്ലോ, ആരെങ്കിലും വിളിച്ച് ശരിയാക്കും. മാറങ്ങോട്ട്. അതെ, നമുക്ക് ഹരിണിനെ തന്നെ അങ്ങ് വിളിച്ചാലോ? നന്നായിരിക്കും. എന്തിന്? പിന്നെയും ആ കുരിശിനടുത്ത് തോളിക്കേറ്റാനോ? അതാണ് പരിപാടി. അതെ, ആ ബൾബൊന്നും ആരെങ്കിലും വിളിച്ച് ശരിയാക്കിയേക്കണേ. കിടന്നുറങ്ങാൻ നിൽക്കരുത്, ഡ്യൂട്ടി ഒന്നുമില്ലല്ലോ ഇന്ന്. ഇനി വരുമ്പോ അത് ഞാൻ ശരിയാക്കേണ്ടി വരും. എന്താണ് ഒരു മൈൻഡ് ഇല്ലാത്ത? വാ, ചായ കുടിച്ചിട്ട് പോ. ഞാനേ അത്യാവശ്യം താഴെ വരുന്ന പോവാം, ഒരാൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ താഴെ നിന്ന് പോയിട്ട് വരാം. ഓക്കെ. അതെ, ഒരു കാര്യം ഉണ്ടായിരുന്നു, റൂമിലെ ബൾബ് ഒന്ന് ഫ്യൂസായി, അതൊന്ന് മാറ്റിയിടാൻ സഹായിക്കോ പ്ലീസ്? അത് കാര്യം ഭയങ്കര മേലുവേദനയാണ്, ഈ അന്ന് ഏണിയിലൊന്നും കയറാനും കഴിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ആനന്ദകരനെ റൂമിൽ ഇരിപ്പുണ്ട്, ഒരു പണിയില്ല, ഞാൻ അവനെ ഇങ്ങോട്ട് വിടാം. എന്നാലും മതി, രാത്രിക്കും വരെ വിടണേ, മറക്കല്ലേ. ഓക്കെ, അപ്പം ശരി എങ്കിൽ. ഞാന് മറ്റേ ഹരിവാൻ പറഞ്ഞിട്ട് വരുവാണ്, മറ്റേ ലൈറ്റ് എന്തോ ശരിയാക്കാൻ. എന്തിനാ? ആൻറ്റി അല്ല മോനെ, ഈ പണിക്കല്ലേ വിളിച്ചത്, ആ ലൈറ്റ് ഒന്ന് മാറ്റിയിടാൻ പറ്റുമോ? അല്ല ആൻറ്റി, എവിടെയാ ബൾബ് മാറ്റണ്ടേ? എന്റെ അമ്മേ! പോയി ഭ്രാന്തി. എന്താ, എന്തു പറ്റി? ശരിയായില്ലേ? എനിക്കറിഞ്ഞൂടാ, അവനും ആ ഹരിയേട്ടന് ഓടിയ പോലെ ഓടിപ്പോയങ്ങോട്ട്. ഇനി എങ്ങാനും ഇവിടെ വല്ലതും